പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അവിടുന്ന് തുടർന്നു അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്നും കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാനെങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചങ്ങാലിയെയും ഒരു ഇളംപ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും. വാർദ്ധക്യോ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, നോമിന്റെ 2-ാം ദിവസം പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന വചനത്തിൽ ഇപ്രകാരമാണ്. പ്രധാനമായും അബ്രഹാമിന് ദൈവം നൽകിയ ഉടമ്പടിയെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്താണ് ഉടമ്പടി? 1. അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടാട് എന്നിവയെയും ഒരു ചങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. ഇതുപോലെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അബ്രഹാം പാലിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ദൈവം നമ്മളോട് ഈ നോമ്പുകാലത്ത് ഓരോ ഉടമ്പടിയായി ചെയ്യാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വേദഭാഗ്യത്തിലും നമ്മൾ പരാമർശിച്ചത് പോലെ ഇഷ്ടഭക്ഷണങ്ങൾ വർജിക്കുന്നതിനോടൊപ്പം വാക്കുകളും പ്രവൃത്തികളും നന്നാക്കുക. ഇതിലൂടെ വരുന്ന തലമുറകൾ നന്നാകുന്നതിനുള്ള വഴികളാണ് നമ്മെ പഴയ നിയമത്തിൽ കാണിക്കുന്നത്. അതിൻ്റെ തെളിവാണ് അബ്രഹാമിനോട് ദൈവം വീണ്ടും പറയുന്നു. അന്ന് കർത്താവ് അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാടും ഞാൻ തന്നിരിക്കുന്ന ഈജിപ്റ്റ് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് ഉള്ള സ്ഥലങ്ങളെ, കേന്യര്, കെനസ്യര്, കദ്മോന്യര്, ഹിത്യര്, പെരിസ്യര്, റഫായിം, അമോര്യർ, കനാന്യര്, ഗിർഗാഷ്യർ, ജബുസ്യർ എന്നിവരുടെ പ്രദേശങ്ങളൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യേണ്ടിയ ഒന്നാണ് ഉടമ്പടി അനുസരണം എന്നുള്ളത്. നമുക്ക് ഈ നോമ്പുകാലത്തെ അനുസരണം ആവശ്യമാണ്. ഇനിയും നമ്മൾ അനുസരണമുള്ളവരാണോ എന്ന് ദൈവം നമ്മെ സ്വർഗത്തിൽ നിന്നും നോക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. അതുകൊണ്ട് നാം ദൈവത്തോടു കൂടെ ആയിരിക്കുക. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ബാർക്കുമോർ വരുവിൻ. കുറ്റങ്ങളുടെ പെരുപ്പത്താലും പാപം മാലിന്യങ്ങളാലും ദുഷ്ടതകളാലും അശുദ്ധമാക്കപ്പെട്ട ആത്മാവിനെ അനുതാപത്താലും കണ്ണുനീരുകളാലും നമുക്ക് വെണ്മയുള്ളതാക്കാം. പാപികളോട് കരുണ ചെയ്യുന്നവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന്
കർത്താവിന്റെ പക്കൽ സങ്കടത്തോടെ നമുക്ക് നിലവിളിച്ചു പറയാം. എന്തെന്നാൽ അവൻ മഹത്വമുള്ള ദൈവമാകുന്നു. മനുഷ്യ സ്നേഹമുള്ളവനെ, ഞങ്ങളുടെ നോമ്പ് നിന്റെ പ്രീതിക്കായി തീരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ മഹത്വമുള്ളവനായ നിന്റെ മുമ്പാകെ സ്വീകാര്യമായിരിക്കണമേ. അനുതാപപൂർവം നിന്നോട് അപേക്ഷിച്ച നിരവക്കാരിൽ നീ പ്രീതിപ്പെട്ട പ്രകാരം ദൈവമേ ഞങ്ങളിൽ പ്രസാദിച്ച് ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കളങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ മഹത്വമുള്ള ദൈവമാകുന്നു. വിശുദ്ധ നോമ്പാൽ ലേവിയുടെ ഭവനത്തിന് ആചാര്യസ്ഥാനം നീ നൽകി. ശമോൻ ഭവനക്കാരനായ സ്ലീഹന്മാർക്ക് അപ്പോസ്തലത്വവും കൊടുത്തുവല്ലോ. രാജാതിരാജനും രാജകിരീടങ്ങൾ മുടിയുന്നവനുമേ, നോമ്പാകുന്ന പുൽമാലയിൽ നിന്റെ കുഞ്ഞാടുകൾ മേഞ്ഞ് ആത്മീയമായി പുഷ്ടി പ്രാപിക്കുകയും വിശുദ്ധിയിൽ ആനന്ദിക്കുകയും തേജസ്സിൽ നയിക്കപ്പെടുകയും നിർമ്മലതയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമീൻ.